CA-NRC നിയമങ്ങൾ നടപ്പിലാക്കുന്നുവെന്ന ക്യാമ്പയിൻ ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ രാജ്യത്ത് വ്യാപകമായ പ്രതിഷേധം ജാതിമത ദേശ വ്യത്യാസമില്ലാതെ അതിനെതിരിൽ ഉയർന്നു. മുസ്ലിങ്ങളെ മൊത്തം ഡിറ്റൻഷൻ സെന്ററുകളിൽ അടക്കാൻ പോകുന്നു എന്ന ക്യാമ്പയിൻ എവിടെയോ ശ്രദ്ധിച്ച ഒരു സഹോദരി അവര് മാനസികമായി നിലതെറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടു. അവരുടെ സഹോദരനാണ് നമ്മളെ വിളിച്ചത്. 3 ബാഗിൽ മക്കൾക്കും അവർക്കും ഭർത്താവിനൊക്കെയുള്ള തുണി ഇങ്ങനെ റെഡിയാക്കി, വസ്ത്രമൊക്കെ റെഡിയാക്കി, അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്, മറ്റേത് ഇവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ വേറെ സ്ഥലത്തായിരിക്കും, നിങ്ങൾ വേറെ സ്ഥലത്തായിരിക്കും. ശക്തമായ ഭയം നമ്മുടെ സമൂഹത്തെ ഭരിക്കുന്നു എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമായി വ്യക്തിപരമായി എനിക്കത് തോന്നി. തോറ്റാൽ ആകെ പ്രശ്നമാണ്. ജൂൺ 4 രാജ്യം കഴിയുന്നു എന്നൊരു ക്യാമ്പയിൻ സ്വാഭാവികമായും വിഷയത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുകൾക്ക് നടത്തേണ്ടി വരും. അങ്ങനെ എല്ലാം കൂടി ഇനി ഒരൊറ്റ തവണ കൂടി ഭരണം വന്നാൽ എല്ലാം തീരുന്നു എന്ന ക്യാമ്പയിൻ അതിശക്തമായി ഉയർത്തുമ്പോൾ തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് ചില ബോധ്യങ്ങൾ നമുക്കുണ്ടാകണം. കോടതികൾ മുഴുവൻ ഒരു പക്ഷത്താണ്, സൈന്യം പൂർണ്ണമായും ഒരു പക്ഷത്താണ്, പോലീസ് പൂർണ്ണമായും ഒരു പക്ഷത്താണ്, ഭരണ സംവിധാനങ്ങൾ മുഴുവൻ ഒരു പക്ഷത്താണ്, സ്റ്റേറ്റുകൾ മുഴുവൻ ഒരു പക്ഷത്താണ്. എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, ഇനി ഒന്നും നടക്കൂല എന്ന ഒരു മൈൻഡ് സെറ്റിലേക്ക് പൂർണ്ണമായും നമ്മൾ എത്തുമ്പോൾ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത് ഫാഷിസമാണ്. ഈ രാജ്യം തന്നെ നമുക്കുണ്ടായിരുന്നില്ല, ഈ രാജ്യത്തെ ഒന്നും നമുക്കുണ്ടായിരുന്നില്ല. നിയമനിർമ്മാണ സഭകളോ സംവിധാനങ്ങളോ ഒന്നുമില്ലാത്തൊരു കാലഘട്ടവും ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയിട്ടുണ്ട്. അതിശക്തമായ പോരാട്ടത്തിലൂടെയാണ് പിന്നീട് രാജ്യം നമ്മൾ തിരിച്ചു പിടിച്ചത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ തിങ്ങിത്താമസിക്കുന്ന ഇടങ്ങളിൽ ന്യൂനപക്ഷങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ശക്തമായി ക്യാമ്പയിൻ നടത്തുന്ന ആളുകളുണ്ട്. അവരെ പലപ്പോഴും ന്യൂനപക്ഷങ്ങളുടെ ഒരു പ്രശ്നം മാത്രമായി ഇന്ത്യയിലെ പ്രശ്നങ്ങളെ ചുരുക്കുന്നവരായിട്ടാണ് വ്യക്തിപരമായി എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. ഓരോ പ്രദേശത്തിനും അനുസരിച്ച വാർത്തകളും പരസ്യങ്ങളും ടൈറ്റിലുകളും ഒക്കെ കൊടുത്ത് അതാത് സമുദായങ്ങളെ പരമാവധി ബൈൻഡ് ചെയ്ത് നിർത്തി ഞങ്ങളാണ് സംരക്ഷകർ എന്ന ഫീല് വരുത്തുന്നത് ഓരോരുത്തർക്കും അവരുടെ ഇഷ്ടാനുസരണം പൊളിറ്റിക്കൽ അജണ്ടയായി സ്വീകരിക്കാം. അത് അവരുടെ ഇഷ്ടമാണ്. അവരുടെ ഇഷ്ടം പോലെ തന്നെ നമ്മുടെ അഭിപ്രായവും വിയോജിപ്പും ഒക്കെ കേൾക്കാനും ഉൾക്കൊള്ളാനും എല്ലാവരെ സംബന്ധിച്ചിടത്തോളം കഴിയണമെന്ന് മാത്രം. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ആകെക്കൂടെ എല്ലാം തീർന്നു, ഇനി മറ്റൊരു തവണ കൂടി ഭരണത്തിൽ വരുന്നതോടുകൂടെ ആകെ കഴിഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വേറെ രാജ്യങ്ങളിലെ സിറ്റിസൺഷിപ്പ് നോക്കുന്ന ആളുകളെ വരെ വ്യക്തിപരമായി എനിക്കറിയാം. യൂറോപ്പിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന ചില ഫാമിലികളൊക്കെ നമുക്കറിയാം. അങ്ങനെ ഉപേക്ഷിച്ച് വലിച്ചെറിഞ്ഞു പോകേണ്ട ഒന്നാണോ ഇത്? അങ്ങനെ എല്ലാം തീർന്നു എന്നും ഇനിയൊന്നും നടക്കില്ല എന്നും പൂർണ്ണമായി കഴിഞ്ഞുവെന്നും പറയേണ്ടവരാണോ നമ്മൾ? ഒരിക്കലുമല്ല. മറിച്ച് പ്രത്യക്ഷത്തിൽ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒരു പൊതു തത്വമാണ് ഞാൻ പറയുന്നത്. ഖുർആൻ മുന്നോട്ട് വെച്ചൊരു പൊതു തത്വമുണ്ട്. ആ പൊതു തത്വത്തിൽ നിന്ന് വീണ്ടും പിടിച്ചെഴുന്നേൽക്കാനും ഇനിയും കുതിക്കാനും ഒക്കെ യഥാർത്ഥത്തിൽ കഴിയും. കേഡർ സിസ്റ്റങ്ങളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അത് പൊളിഞ്ഞു ചാടുന്നത് പൊടുന്നനെയായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ രാജ്യം മുഴുവൻ ഒന്നിച്ചു നിന്ന് പുറത്താക്കുന്ന കക്ഷിയും അവരുടെ ഭരണവും ഇവിടെ വന്ന 2014 മുതൽ ഈ 2024 വരെയുള്ള യാത്രക്കിടയിൽ അവരുടെ ഇമേജും അവരുടെ പിന്തുണകളുമൊക്കെ കുറയുകയും അവർക്കെതിരെയുള്ള ശക്തമായ ജനവികാരം രൂപപ്പെടുകയുമാണല്ലോ ചെയ്തത്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി സാങ്കേതികമായി അവർ 540 ചില്ലാനം വരുന്ന പാർലമെന്റ് സീറ്റുകളിലെ നിശ്ചിത സീറ്റുകൾ അവർ നേടിയെന്ന് വിചാരിക്കുക. അള്ളാഹു നമുക്ക് ഏറ്റവും ശരിയായ കാര്യങ്ങൾ സംഭവിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നേടിയെന്ന് തന്നെ വിചാരിക്കാം. എന്നാലും എല്ലാം തീർന്നു എന്നാണോ നമ്മൾ എത്തേണ്ട ഉത്തരം? ഞാൻ ഇത് ഇപ്പൊ തന്നെ പറയാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഇന്നൊരു 6 മണി കഴിയുന്നതോടുകൂടെ വീണ്ടും എക്സിറ്റ് പോളുകളൊക്കെ വരും, കുറെ എക്സിറ്റ് പോളുകളൊക്കെ വരും. ഈ എക്സിറ്റ് പോൾ കണ്ടിങ്ങനെ വിറക്കേണ്ട ആവശ്യം യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല. 543 സീറ്റ് ഫുള്ളാണ് കൊണ്ടുപോയി എന്ന് വിചാരിക്കുക, എന്നാ നമുക്ക് പേടിക്കണ്ടോ? ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മുടെ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് നമ്മൾ നിർവഹിക്കേണ്ട ഒരു 5-6 കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ?
നമ്മുടെ മനോനിലയെ ശരിയാവിധം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ പ്രത്യക്ഷത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാത്രം ഉത്തരങ്ങളെ പിടിക്കരുത്. ഖുർആൻ പറയുന്നു, വഅസാൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും. നിങ്ങൾക്ക് ദോഷകരമാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കും. വഅസാൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. നിങ്ങൾക്ക് ഗുണകരമാണ് എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷമായിരിക്കും. നിങ്ങൾക്ക് ഗുണകരമാണെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ദോഷവും, നിങ്ങൾക്ക് ദോഷമാണെന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണമായിരിക്കും. ഇങ്ങനെ ഒരു തത്വമുണ്ട് അല്ലെ? ഒരാള് ഒരു തെങ്ങിന്റെ ചോട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്, പെട്ടെന്നൊരു തേങ്ങ അയാളുടെ കാലിൽ വീണു. തേങ്ങ കാലിൽ വീണപ്പോൾ അയാൾ ഇങ്ങനെ കാല് കുടഞ്ഞിട്ട് അപ്പുറത്തേക്ക് മാറുന്നു. പെട്ടെന്ന് തെങ്ങനെ ഒന്നിച്ച് അവിടെ വീണു. അപ്പൊ ആ തേങ്ങ വീണത് അയാൾക്ക് ഹൈറാണ്. ആ തേങ്ങ വീണുകൊണ്ടാണ് കാല് കുടഞ്ഞ് അങ്ങോട്ട് അയാൾ മാറുന്നത്, അല്ലെങ്കിൽ മൊത്തം തെങ്ങനെ വീഴുമായിരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു തത്വം നമ്മൾ ഉൾക്കൊണ്ട ജീവിതത്തിലെ രോഗങ്ങൾ, ദാരിദ്ര്യം, ബന്ധത്തിലെ പ്രശ്നങ്ങൾ, ഇതിലൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസവും സമാധാനവും കിട്ടും. വെറുതെ ആരെങ്കിലും എവിടെയെങ്കിലും ബേജാറാക്കണീനും പേടിപ്പിക്കണീനും ബേജാറായി പേടിച്ച് നിൽക്കേണ്ടി വരില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം അള്ളാഹു നേരത്തെ രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളാണ്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഭൂമിയിൽ സംഭവിക്കുന്നത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നേരത്തെ രേഖപ്പെടുത്തി വെച്ച കാര്യങ്ങളാണ്. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ എളുപ്പമാണ്. എന്തിനാണത്? ലികൈലാ തഅസു അലാ മാ ഫാതക്കും. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഓർത്ത് നിങ്ങൾ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടിയും, വലാ തഫറഹു ബിമാ ആതാക്കും. നിങ്ങൾക്ക് ലഭിച്ച നേട്ടങ്ങളെ കുറിച്ച് നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനും വേണ്ടിയാണത്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അള്ളാഹു എല്ലാ ദുരഭിമാനികളെയും അഹങ്കാരികളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നാണ്. എന്ത് വന്നാലും, എന്ത് കേട്ടാലും, എന്ത് സംഭവിച്ചാലും, നമ്മളെ 3 മക്കളും കൂടി ആക്സിഡന്റ് ഒരു വണ്ടിയിൽ മരിച്ചു എന്ന് കേൾക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരത്തെ ഇന്ന് ഞാനൊരു സുഹൃത്തിന്റെ, നമുക്ക് ആർക്കും അറിയുന്ന ഒരു സുഹൃത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ടിനെ കുറിച്ച് കേട്ടു. അദ്ദേഹത്തിന് ക്യാൻസർ ആണ്, അദ്ദേഹത്തിന്റെ രോഗചികിത്സ ആരംഭിച്ചിരിക്കുന്നു, കീമോ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അല്ലാഹു അദ്ദേഹത്തിന് രോഗത്തിന് ശമനം കൊടുക്കുമാറാകട്ടെ. ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് ആണെന്നാണ്. 4th സ്റ്റേജ് എന്നൊക്കെ പറയുന്ന മെഡിക്കലി പറയുന്ന കാര്യം. എൻ്റെ ഉപ്പാക്ക് 3ാമത്തെ സ്റ്റേജ് ആണോ 4ാമത്തെ സ്റ്റേജ് ആണോ എന്ന് ഡോക്ടർക്ക് സംശയമായിരുന്നു. 4ാമത്തെ സ്റ്റേജ് ആണെന്നാണ് മിക്കവാറും ഡോക്ടേഴ്സ് ഉണ്ടായിരുന്ന ധാരണ. അതായത് ഇവിടെ ഈ സൊഫയിലിടുന്നത് ഹുത്തുബയ്ക്കാണ്. കഴിഞ്ഞ 10 കൊല്ലം അപ്പുറം, 10-12 കൊല്ലം അപ്പുറം ഒരു പ്രശ്നമല്ല, നിങ്ങൾ കാണാനല്ലേ? അത്രേ ഉള്ളൂ. നമ്മൾ പടച്ചവനോട് പറയാ, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക. അതുകൊണ്ട് ഇങ്ങനെ എന്തു വന്നാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എനിക്ക് വേണ്ടി രേഖപ്പെടുത്തപ്പെട്ടതാണ്. അത് ഞാൻ അനുഭവിച്ച് തീരണം. അതിനെ ഞാൻ ദീനിയായി അഭിമുഖീകരിക്കുമ്പോൾ വേറെ സുഖമൊക്കെ പോയാലും സ്വർഗത്തിലും ഖബറിലും സുഖം ഉണ്ടാകും. ഇനി രാജ്യത്തെ എല്ലാ സുഖവും പോയി എന്ന് വിചാരിക്കുക. നമ്മള് ഇവിടെ ഫലസ്തീനികൾ വേട്ടയാടപ്പെടുന്ന നമ്മൾ കാണുന്നില്ലേ? വേട്ടയാടപ്പെടുന്നതിനിടയിലും അവരുടെ ഉള്ളിൽ നിന്ന് അവർ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറയുന്നുണ്ട്. ആ ഒരു മനോനിലവാരത്തിലേക്ക് നമ്മൾ ഉയരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. മറ്റൊരു വിഷയം എന്താണെന്നറിയോ? എപ്പോഴും പ്രതീക്ഷയോടെ മുന്നേറുക, ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. എന്തിനാ വിശുദ്ധ ഖുർആൻ കുറെ ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്ന് നിങ്ങൾ നോക്ക്. മൂസ അലൈഹിസ്സലാം ജനിക്കുന്ന കാലത്ത് ആ നാട്ടിലെ ചക്രവർത്തി തീരുമാനിച്ചത് ഈ നാട്ടിൽ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനെയും അവൻ ആൺകുഞ്ഞാണെങ്കിൽ കൊല്ലണം എന്നാണ്. അതിനെ രജിസ്റ്റർ തയ്യാറാക്കി, നാട്ടിലെ ആൾക്കാരുടെ പ്രസവിക്കാനായ പെണ്ണുങ്ങളുടെ രജിസ്റ്റർ തയ്യാറാക്കി വീട് പട്ടാൾക്കാർക്ക് വിഭജിച്ചു കൊടുത്ത് അവൻ നടപടികൾ എടുക്കുന്ന കാലത്ത് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ മിസ്റിൽ കൊല ചെയ്യപ്പെട്ടു. അപ്പോഴാണ് മഹാനായ മൂസ അലൈഹി ഇസ്ലാമയുടെ ഉമ്മ പ്രസവിക്കുന്നത്. തന്റെ കുഞ്ഞിനെ കൊല്ലാൻ ആളുകൾ വാതിലിൽ മുട്ടാൻ, ആ മുട്ടിങ്ങനെ കാത്തിരിക്കുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിൽ ഒരു വിചാരം കൊടുത്തു, ചിന്ത കൊടുത്തു. അൻഖദിഫീഹി ഫിത്താബൂതി ഫഖദിഫീഹി ഫിൽ യം ഫൽയുൽഖിഹിൽ യമു ബിസ്സാഹിൽ യഅഖുദുഹു അദുവ്വുൽ ലീ വഅദുവ്വുൽ ലഹ് വഅൽഖൈതു അലൈക മഹബ്ബതൻ മിന്നി വലിതുസ്ന അലാ ഐനി. കുഞ്ഞിനെ ഒരു പെട്ടിയിലാക്കണം. പെട്ടിയിലാക്കിയിട്ട് കുഞ്ഞിനെ കൊണ്ടുപോയി നൈലിൽ ഒഴുക്കണം. പെട്ടിയിലാക്കുകയാണ്. പന്തവും കത്തിച്ച് രാവിന്റെ മറവിൽ പെട്ടിയിൽ കുഞ്ഞിനെയും ആക്കി തന്റെ മോളെയും കൂട്ടി ഒരു ഉമ്മ നൈലിന്റെ ഓരത്തേക്ക് നടക്കണമെന്ന് മനസ്സ് കണ്ടോക്ക്. അങ്ങനത്തെ സംഘർഷത്തിലൊന്നും അല്ല നമ്മള്, ആണോ? അങ്ങനത്തെ അസമാധാനമൊന്നും ജീവിതത്തിൽ വിശ്വാസത്തിന്റെയും നിലപാടിന്റെയും പേരിൽ ഒരു നിമിഷം പോലും നമ്മൾ അനുഭവിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പെട്ടിയെ നൈലിലേക്ക് ഒഴുക്കിയിട്ട് ആ പെട്ടി ഇങ്ങനെ തിരകളിൽ അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഓളത്തിൽ ഇങ്ങനെ തെന്നി 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 മാറി ഇങ്ങനെ പോകുന്നത് കണ്ണെത്താ ദൂരത്തത് മറയുന്നത് വരെ ആ ഉമ്മ അങ്ങനെ നോക്കി നിന്നു. പക്ഷെ ഇത് പടച്ചോനെ ഏൽപ്പിച്ചതാണ്, പടച്ചോൻ എന്നോട് നിർദ്ദേശിച്ചതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതിലൊരു ഉത്തരം ഉണ്ടാകുന്നവർ വിചാരിച്ചു. എന്താ സംഭവിച്ചത്? ആ പെട്ടി ഒഴുകി എത്തിയത് രാജാവിന്റെ കൊട്ടാരത്തിന്റെ മുന്നിലാണ്. രാജ്ഞി ആ പെട്ടി എടുക്കാൻ പറഞ്ഞപ്പോൾ അതിൽ സുന്ദരനായ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ എനിക്ക് വേണമെന്ന് വാശി പിടിച്ചു.
വാശി പിടിച്ചപ്പോ രാജാവ് ഒരു ടെസ്റ്റ് നടത്തി. ഇതൊരു സാധാ കുട്ടിയാണോ അല്ലേന്ന്, എന്നെ കൊല്ലാനുള്ള കുട്ടിയാണോ എന്ന് പരിശോധിക്കണം. എന്താ ചെയ്തത്? ഒരു തീക്കട്ട മുന്നിൽ വെച്ചെടുത്തു. തീക്കട്ട എടുക്കുന്നില്ലെങ്കിൽ കുഞ്ഞിനെ കൊല്ലുമെന്ന് പറഞ്ഞു. കാരണം അത് തീക്കട്ടയാണെന്ന് ഈ പ്രായത്തിൽ തിരിച്ചറിയുമെങ്കിൽ എന്നെ കൊല്ലുമെന്നാണ് എന്റെ അർത്ഥം. കുട്ടി തീക്കട്ട എടുത്തിട്ട് വായിലേക്ക് വെച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സംസാര വൈഭവത്തിൽ പ്രശ്നം വന്നതെന്ന് തഫ്സീറുകളിൽ കാണാം. അങ്ങനെ ഫിർഔനിനെ കൊല്ലേണ്ട വ്യക്തിക്ക് ഫിർഔൻ തന്നെ ചെലവ് കൊടുത്ത് മൂസാ അലൈഹി സ്വലാമിന്റെ ഉമ്മക്ക് പാല് കൊടുക്കണീന് കൂലി കൊടുത്തിരുന്നു എന്നാണ്. സ്വന്തം കുഞ്ഞിന് പാല് കൊടുക്കണീന് കൂലി വാങ്ങി പിന്നെ പാല് കൊടുത്ത ചരിത്രത്തിൽ ഏക ഉമ്മ അവരാണ്. ഏറ്റവും സുരക്ഷിതമായെടുത്ത് ഏറ്റവും സൗകര്യത്തോടു കൂടെ ആ വീട്ടിൽ സന്തോഷപൂർവ്വം മൂസാ അലൈഹി സ്വലാമക്ക് ജീവിക്കാൻ പറ്റി. ആ ചരിത്രത്തിൽ നമുക്കുള്ള പാടെന്താ? ഏതെങ്കിലും ഒരു ശക്തി രാജ്യം ഭരിച്ചാൽ അതോടുകൂടെ നമ്മളത് മുഴുവൻ തീർന്നു എന്നാ അങ്ങനെ വിചാരിക്കേണ്ടത്. മൂസാ അലൈഹിസ്സലാമയെ സ്വന്തം കൊട്ടാരത്തിൽ വളർത്തി സംഹരിക്കാനുള്ള ശത്രുവിനെ സ്വന്തം കൈകൾ കൊണ്ട് വളർത്തിച്ച ആ ചരിത്രത്തിൽ നിന്ന് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാഠമുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം വരുമ്പോ മൊത്തം നിരാശപ്പെട്ട് അവിടെ തോറ്റു ഇവിടെ തോറ്റു ആകെ പോയി എല്ലാം കഴിഞ്ഞു അങ്ങനെയാണോ വിചാരിക്കേണ്ടത്? അല്ല, മറിച്ച് യൂസുഫ് അലൈഹിസ്സലാം എന്ന കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോ മഹാനായ യാക്കൂബ് അലൈഹിസ്സലാമിന്റെ സമീപനം എന്തായിരുന്നു? അപ്പാ, അവനെ ചെന്നായ കടിച്ചു കൊന്നു. അപ്പാ, ഇതാ ആ ചെന്നായ കടിച്ചു കൊന്നതിന്റെ തെളിവ് ഇതാ, അവന്റെ കുപ്പായം അല്ലെ, വജാഉ അലാ ഖമീസിഹി ബിദമിൻ കദീബ്, കള്ള രക്തം പുരട്ടിയവർ വന്നു. ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറാ. ഒറ്റ വാക്കുള്ളൂ, നിങ്ങളെ മനസ്സിന് തോന്നി എന്തൊക്കെയോ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ബോധം കെട്ടില്ല, നിലവിളിച്ചില്ല, അദ്ദേഹം മക്കളുടെ കോളർ പിടിച്ചില്ല, ഒന്നും ഉണ്ടായില്ല. ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറാ, നിങ്ങൾക്ക് എന്തോ തോന്നിയ ഒരു പണി നിങ്ങൾ ഒപ്പിച്ചിട്ടുണ്ട്. ഫസ്സബുറുൻ ജമീൽ, ഞാൻ മനോഹരമായി ക്ഷമിക്കുകയാണ്. ഫസ്സബുറുൻ ജമീൽ, നമുക്ക് പറയാനുള്ള അതാ. കൈവിട്ടുപോയി എന്ന് തോന്നുന്നിടത്ത് നമുക്ക് പറയാനുള്ള എന്താ? ഫസ്സബുറുൻ ജമീൽ. എന്താണ് അടുത്തത്? വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ, നിങ്ങൾ ഈ പറഞ്ഞൊപ്പിച്ചുണ്ടാക്കുന്നതിലൊക്കെ പടച്ചോൻ എനിക്കൊരു ശരിയായ ഉത്തരം തരും, പടച്ച റബ്ബ് എനിക്കൊരു ശരിയായ ഉത്തരം തരും. മനസ്സിലായില്ലേ? അപ്പോ ഈ ചരിത്രങ്ങളൊക്കെ എന്തിനാ സഹോദരന്മാരെ കൊണ്ടുവന്നത്? ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് ഉദ്ധരിച്ചു തന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളാനാണ്. നമ്മളെല്ലാവരും നമ്മുടെ ഭാഗം ചെയ്യേണ്ടതൊക്കെ ചെയ്യുക. ഫാഷിസം ഈ രാജ്യത്തെ പിടിമുറുക്കാതിരിക്കാനും നമ്മുടെ വരും തലമുറക്ക് സുരക്ഷിതമായി നിൽക്കാനും ആവശ്യമായി നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യുക. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സമ്മതിദാനാവകാശം ബോധത്തോടെ നിർവഹിക്കുക എന്നുള്ളത്. അത് നിർവഹിച്ചവരുണ്ട്, ഇനി നിർവഹിക്കാനുള്ളവരുണ്ട്, അല്ലെ? ഒക്കെ ഉണ്ട്. അത് ഏറ്റവും ശരിയായ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ്. അതിൽ നമ്മൾ കുത്തിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മളോട് ഉത്തരവാദിത്തത്തിലാണ്. നമ്മൾ നിർവഹിക്കാനുള്ള കാര്യം നമ്മൾ നിർവഹിക്കുക, അത് ശരിയാം വിധം നിർവഹിക്കുക. എന്നിട്ട് വരുന്ന കാര്യങ്ങളെയോ ചരിത്രത്തിലെ ഇതുപോലത്തെ പാഠങ്ങൾ ഉൾക്കൊണ്ട് സ്വീകരിക്കുക. അദ്ദേഹം അസ്വസ്ഥനായതൊന്നുമില്ല, പക്ഷെ അദ്ദേഹം വിഷമിച്ചു. യൂസുഫ് അലൈഹി സ്വലാമിനെ നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന് അങ്ങേറ്റത്തെ ദുഃഖം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ അത് വെളുത്തുപോയി എന്നാണ്, കാഴ്ച വരെ കെട്ടുപോയി എന്നാണ്. പിന്നെന്താ ഉണ്ടായത്? പിന്നെ ബിന്യാമീനെ നഷ്ടപ്പെട്ടു. യൂസുഫ് അലൈഹി സ്വലാം സ്വന്തം സഹോദരൻ ബിന്യാമീനെ, ചരിത്രം ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്കറിയാം, അവിടെ പിടിച്ചു വെച്ചു. അളവ് പാത്രം സഹോദരന്റെ പാത്രത്തിന്റെ ഉള്ളിലാക്കി അളവ് പാത്രം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചു. ആ വാർത്ത കേട്ടപ്പോ എന്താ അദ്ദേഹം പറഞ്ഞത്? ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറാ, നിങ്ങൾക്ക് തോന്നി എന്തോ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഫസബുറുൻ ജമീൽ, ഞാൻ ക്ഷമിക്കാണ്. ആദ്യം പറഞ്ഞ അതേ മറുപടി. എന്നിട്ട് ഒന്നുകൂടി പറഞ്ഞു, എന്താ? അസാ അൻ യഅതിയനി ബിഹിം ജമീഅ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം, എനിക്ക് അവരൊക്കെ വീണ്ടും തിരിച്ചു കിട്ടും. അപ്പോ നിങ്ങൾ നോക്ക്, അദ്ദേഹം അതിൽ ചെയ്തത് എന്താ? ഒന്ന് റബ്ബിനോട് പറഞ്ഞു, ഇന്നമാ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്, എന്റെ എല്ലാ സങ്കടവും വിഷമൊക്കെ ഞാൻ അള്ളാഹുവിനോട് പറയാണ്. അപ്പൊ നമുക്ക് അള്ളാഹുവോട് നിരന്തരം നഷ്ടങ്ങളെ കുറിച്ച് പറയാൻ പറ്റണം, ആവശ്യങ്ങളെ കുറിച്ച് പറയാൻ പറ്റണം, നേട്ടങ്ങളെ കുറിച്ച് പറയാൻ പറ്റണം. രാജ്യം അഭിമുഖീകരിക്കുന്ന ഇതുപോലത്തെ ഒരു പ്രതിസന്ധിയെ കുറിച്ച് എത്ര മിനിറ്റ് നമ്മൾ പടച്ചവനോട് പറഞ്ഞു? രണ്ട്, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റണം. എന്താ? അസാ അൻ യഅതിയനി ബിഹിം ജമിയ, എനിക്ക് അവരൊക്കെ തിരിച്ചു കിട്ടും. ഇതൊക്കെ തിരിച്ച് രണ്ടാമത് അതിന്റെ ഒരു ശരി ദിശയിലേക്ക് വരുന്ന, പണ്ടത്തതിനേക്കാളും ഭദ്രമായ ഒരു ദിവസം ഇവിടെ വരാനുണ്ട് എന്ന ഉറച്ച പ്രതീക്ഷയുള്ളവർക്ക് മാത്രമേ ഈ രാഷ്ട്രത്തെ നിർമ്മിക്കാൻ പറ്റുള്ളൂ. 2 തെരഞ്ഞെടുപ്പ് തോൽക്കുന്നു, അല്ലെങ്കിൽ മറ്റു സംഗതികൾ സംഭവിക്കുന്നു, ഏറ്റവും വിശ്വസിച്ച് വിചാരിച്ച ഒരാൾ എവിടുക്കോ മാറി മറിയുന്നു, അപ്പോഴേക്ക് ഇങ്ങനെ നമ്മൾ ലോ പ്രഷർ ആകുന്ന, നമ്മൾ സങ്കടപ്പെടേണ്ടുന്ന ഒരു കാര്യമൊന്നുമില്ല. നെഞ്ചിൻ കൂട്ടിൽ ഇത്തരം നിലപാടുകൾ ഉറപ്പിച്ച ഒരു ജനപദത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുവരവും ഒന്നും യാതൊരു പ്രതിസന്ധിയും ഉണ്ടാക്കുന്ന കാര്യമല്ല. മാത്രമല്ല, സാധിക്കണതൊക്കെ ചെയ്യുക. അതാണ് മഹാനായ യാക്കൂബ് അലൈഹി സ്വലാം ചെയ്തത്. യാ ബനി ഇദ്ഹബു ഫതഹസ്സസു മിൻ യൂസുഫ് അഖി, മക്കളെ ചെല്ലിയും നിങ്ങൾ ചെന്നിട്ട് യൂസുഫിനെയും സഹോദരനെയും തെരയൂ, നിങ്ങൾ അന്വേഷിക്കൂ എന്ന് പറയാണ്. വലാ തയഅസു മിൻ റൗഹില്ല, നിരാശ പാടില്ല വിശ്വാസിക്ക്. വലാ തയഅസു മിൻ റൗഹില്ല, അള്ളാഹു
വിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ചും അവൻ നൽകുന്ന സഹായത്തെ സംബന്ധിച്ചും ഒരിക്കലും നിങ്ങൾ നിരാശരാകരുത്. ഇന്നഹു ലാ യഅ്സു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമിൽ കാഫിറൂൻ. അവിശ്വാസികൾക്ക് മാത്രമേ അള്ളാഹുവിന്റെ സഹായത്തിൽ നിരാശ ഉണ്ടാവുള്ളൂ. ഇനി ഒന്നും നടക്കൂല കേട്ടോ. ഒക്കെ പോയി 2/3 ഭൂരിപക്ഷമായി സർവ്വമായി ഇവിടെ ഒന്നും നടക്കൂല അല്ലേ? അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയ്ക്ക് ആർക്ക് എത്താൻ പറ്റുള്ളൂ? അവിശ്വാസത്തിന്റെ മനസ്സുള്ളവർക്ക് എത്താൻ പറ്റുള്ളൂ. എവിടെയും വിശ്വാസിക്ക് ഏറ്റവും ചെറിയ, ഏറ്റവും നിരാശ തോന്നുന്ന ഒരു കാര്യത്തിൽ പോലും ഏറ്റവും വലിയൊരു പ്രതീക്ഷയുടെ സാധ്യതയെ വിശ്വാസി വെച്ചു പുലർത്തുന്നതാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞ ഫലാ തകുൻ മിനൽ ഖാനിതീൻ, നിങ്ങൾ നിരാശരുടെ കൂട്ടത്തിൽ പെടരുത്. എന്റെ മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞു. എന്റെ കുട്ടിക്ക് 40 വയസ്സായി, ഇനിയിപ്പോൾ ആരാ കല്യാണം കഴിക്കുക അല്ലേ? ഇനിയിപ്പോൾ ആരാ കല്യാണം കഴിക്കുക? ഞാൻ മരിക്കാൻ പോവാണ്. എന്റെ കുട്ടി വികലാംഗയാണ്, ഞാനാണ് അവളെ നോക്കുക അല്ലേ? എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ആ റബ്ബറും തൊട്ട് കത്തിപ്പോയി. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? ഇതിലൂടെ NH വരിക എന്ന് പറഞ്ഞാൽ ഉള്ള മുതലൊക്കെ പോവുകയാണ്. ഇനി എന്ത് ചെയ്യും? ഇതിൽ ടെൻഷൻ ആവുകയാണ് അല്ലേ? ഫലാ തഖ്നുത്, നീ ഒരിക്കലും നിരാശനാകരുത്. വമൻ യഖ്നുതു മിർ റഹ്മത്തി റബ്ബിഹി ഇല്ലല്ലാലുൻ, പിന്നെ തെറ്റിയവർക്ക് മാത്രമേ, യഥാർത്ഥത്തിൽ വഴി തെറ്റിയവർക്ക് മാത്രമേ നിരാശ ഉണ്ടാവുള്ളൂ എന്നാണ്. വിശ്വാസിക്ക്, ഹൃദയത്തിൽ ഈമാനുള്ളവർക്ക് ഒരിക്കലും നിരാശ ഉണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയാണ്. അപ്പൊ എന്തു വേണ്ടി വരും? അതാണ് മറ്റൊരു കാര്യം, ക്ഷമയും കാത്തിരിപ്പുമാണ്. യഥാവിധിയുള്ള ക്ഷമയും കാത്തിരിപ്പും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടി വരും. മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതും ദ്രോഹിക്കപ്പെടുന്നതും ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിലൊന്നുമല്ല, ഒരിക്കലുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ശകൗനായില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പ്രവാചകന്റെ അടുത്ത് പോയി ഭയങ്കര ആവലാതി പറഞ്ഞു. പ്രവാചകനാണെങ്കിൽ ഇങ്ങനെ കഅബയുടെ തണലിൽ ഒരു വിരിപ്പിൽ, ഒരു കീറിയ വിരിപ്പിൽ ഇങ്ങനെ കിടന്നുറങ്ങാണ്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, അലാ തസ്തൻസിറു ലനാ അലാ തദ്ഉ ലനാ നബിയേ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണില്ലേ? ഇതെന്തൊരു അവസ്ഥയാണ്? അപ്പൊ എന്താണ്, അത്രയും പീഡനമേറ്റിട്ടാണ് അവർ ചെല്ലുന്നത്. കൂടാരാ? ശരീരം മുഴുവൻ മുറിവ് പറ്റിയ, ശത്രുവിന്റെ അടിയും തൊഴിയും കൊണ്ട് മുറിവ് പറ്റിയ ഒരു സ്വഹാബിനി കൊണ്ടാ ചെല്ലുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പ്രതികരിച്ചത് എന്താ അറിയോ? നിങ്ങൾക്കൊക്കെ ഭയങ്കര ധൃതിയാണ്. ഖദ് കാന മൻ ഖബ്ലകും യൂഖദു റജുലു ഫയുഹ്ഫറു ഫിൽ അർളി, ഭൂമിയിൽ കുഴിയെടുത്തിട്ട് ആ കുഴിയിൽ മനുഷ്യരെ നിർത്തിയിട്ട് വാളുകൊണ്ടവരെ അറുത്തുകൊല്ലുന്ന ഒരു ജനത കഴിഞ്ഞു പോയിട്ടുണ്ട്. മാത്രല്ല, അവരുടെ ശരീരത്തിലെ മാംസങ്ങൾ ഇരുമ്പിന്റെ ചീർപ്പുകൾ കൊണ്ട് വാർന്നെടുക്കപ്പെട്ടിട്ടുണ്ട്. മാദൂന ലഹ്മിഹി വ അദ്മിഹി, എല്ലിൽ നിന്ന് മാംസം ഊരിയെടുത്തിട്ടുണ്ട്. ആ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഫമാ യസുദ്ദുഹു ദാലിക അൻ ദീനി, എന്നിട്ട് പോലും ആ ജനത അവരുടെ വിശ്വാസം ഒഴിവാക്കിയിട്ടില്ല. എന്നിട്ട് പോലും ആ ജനത അവരുടെ നിലപാടുകളിൽ നിന്നും മാറിയിട്ടില്ല. എന്നിട്ട് പോലും ആ ജനത ദീനിന്റെ അടയാളങ്ങൾ അഴിച്ചു വെച്ചിട്ടില്ല. എന്നിട്ട് പോലും ആ ജനത അവരുടെ സമീപനങ്ങളിൽ നിന്ന് പിന്നോട്ട് വന്നിട്ടില്ല. നിങ്ങളാണെങ്കിലോ, നിങ്ങളാകെ അസ്വസ്ഥരാവുകയാണ്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, എന്നിട്ട് പ്രതീക്ഷ കൊടുക്കുകയാണ്. ഈ അടി കിട്ടി, രക്തം വാർന്ന്, വാളുകൊണ്ട് വെട്ടുകിട്ടി വന്ന വ്യക്തിയെ സാക്ഷി നിർത്തി പ്രവാചകൻ ഒരു കാലം പ്രവചിക്കുകയാണ്. എന്താണ് ആ കാലം? ഒരു അവസ്ഥ ഇവിടെ വരാനുണ്ട്. എന്താ? വല്ലാഹി ലാ യത്തിമ്മന്ന ഹാദൽ അംർ, ഞാൻ ഈ ഉയർത്തിയ സന്ദേശത്തിന് ഇവിടെ ശക്തി കിട്ടും, സ്വാധീനം കിട്ടും. എത്രത്തോളം? ഹത്താ യസീറ റാകിബു മിൻ സനആ ഇല ഹളറമൗത്ത്, സനആ ദേശത്ത് നിന്ന് ഹളറമൗത്തിന്റെ മണ്ണിലേക്ക് ഒരു യാത്രികൻ, മറ്റൊരു റിപ്പോർട്ടിൽ ഒരു പെൺകുട്ടി എന്നാണ്, ഒരു പെൺകുട്ടി അവൾ യാത്ര ചെയ്യും. ലാ യഖാഫു ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ആരെയും ഭയക്കേണ്ടി വരില്ല. വദ്ദിബു അലാ ഗനമി, ആട്ടിൻ കൂട്ടത്തെ കൂടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, നാട് ഇസ്ലാം സ്വീകരിച്ചതറിയാത്ത, അതല്ലെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയാത്ത ചെന്നായ കൂട്ടങ്ങൾ ഭക്ഷണം എന്നുള്ള നിലയ്ക്ക് പിന്നെ ആട്ടിൻകൂട്ടത്തെ ആക്രമിക്കുന്നത് മാത്രമേ ഉണ്ടാകുള്ളൂ. വലാകിന്നകും തസ്തഅജിലൂൻ, നിങ്ങൾക്ക് ധൃതിയാണെന്നാണ്, നിങ്ങൾക്ക് ധൃതിയാണ്. അതുകൊണ്ട് ഇസ്ലാം ആക്രമിക്കപ്പെട്ടപ്പോഴും പീഡിപ്പിക്കപ്പെട്ടപ്പോഴും ഒക്കെ അതിനെ പുണ്യമായി കണ്ടും അതിനെ നന്മയായി കണ്ടും അതില്ലാതാക്കാനുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം ക്ഷമ അവലംബിച്ചും അതിൽ പുണ്യം പ്രതീക്ഷിച്ചും കാത്തിരിപ്പോടുകൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എന്താണ്? മറ്റൊരു കാര്യം, ശത്രുവിനെ എന്നും വിരോധത്തിന്റെ മുൾമുനയിൽ തന്നെ നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളിങ്ങനെ പോരുമ്പോ 2-3 കൗണ്ടർ കാണാം. ഒരു കൗണ്ടറിൽ 2-3 ആൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അല്ലേ? അവിടെ പോസ്റ്റർ കെട്ടിയിട്ടില്ല, ഒന്നുമില്ല. ഓർക്കിങ്ങനെ ശരിക്കും നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു ചമ്മലുണ്ട്. ആ ചമ്മൽ ഇങ്ങനെ പൊതുവെ നോർമലൈസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് സംഭവിക്കുക അല്ലെ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒക്കെ വെച്ച ചെറിയ പോസ്റ്ററൊക്കെ അവിടെ ഉണ്ട്. നിങ്ങൾ നോക്കി പോകുമ്പോൾ, ഞാൻ കണ്ട കാഴ്ച ഞാൻ പറയുന്നത്, നമ്മളിങ്ങനെ നോക്കിയാൽ മതി. നമ്മൾ നോക്കുമ്പോ ഒന്ന് ചിരിക്കുമല്ലോട് കേട്ടോ, ഒന്ന് ചിരിക്കുക. സംഗതി എന്താന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ സംസ്കാരത്തെയും തനിമയെയും മഹത്വത്തെയും ഒക്കെ ഇല്ലാതെയാക്കുന്ന ഒരു ജനവിഭാഗമാണ് അവരെന്തുകൊണ്ട് അവിടെ എത്തിപ്പെടുന്നു എന്നുള്ളതിന് കുറെ ഉത്തരങ്ങളുണ്ട്. അവരുടെ ശാഖയിലെ ക്ലാസ്സുകളിൽ അവർ പഠിപ്പിക്കപ്പെടുന്ന സന്ദേശങ്ങൾക്ക് അതിൽ കാരണമുണ്ട്. അവരുണ്ടായിരുന്ന പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമുകളിലെ അവഗണനകൾ ചിലപ്പോൾ കാരണമാകും.
അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കും. പല കാരണങ്ങളുണ്ടാകും. യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമുക്കൊരു അജണ്ട ഉണ്ട്. ഇവരുടെയൊക്കെ ഉള്ളിൽ ഇസ്ലാമിനെ കുറിച്ച് കത്തിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ചിന്തകളുണ്ട്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് അവർക്ക് കിട്ടുന്ന മെസ്സേജുകളുണ്ട്. രാജ്യത്തെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന്, പല നാടുകളിൽ നിന്നുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ ഫേക്കായി ഉണ്ടാക്കിയ വാർത്തകളും ഒക്കെ വെച്ചിട്ട് ഹിന്ദു ഉണരണം എന്ന് പറഞ്ഞ് ആകെ തരിപ്പിച്ച് വീർപ്പിച്ച് ബേജാറാക്കി നിർത്തുകയാണ്. അതൊന്ന് ക്ലിയർ ആക്കിയാൽ മതി. നോക്ക്, നിങ്ങൾ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി സുറാഖ പുറപ്പെട്ടു. ഹിജറ പോകുന്ന പ്രവാചകനെ പിടിച്ച് മക്കയിൽ എത്തിക്കുന്ന വ്യക്തികൾക്ക് ഒരുപാട് ഒട്ടകങ്ങൾ ഇനാമ് പ്രഖ്യാപിച്ചിരുന്നു. ആ ഇനാമിൽ പ്രതീക്ഷിച്ചു വന്ന അദ്ദേഹം പ്രവാചക തിരുമേനിയെ ഏകദേശം അടുത്തെത്തിയപ്പോ അമ്പും വെല്ലുകൊടുത്ത് അമ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒട്ടകത്തിന്റെ കാലിങ്ങനെ ഭൂമിയിലേക്ക് ആണ്ടുപോയി തലകുത്തനെ മറിഞ്ഞു. വീഴ്ചയുടെ ശബ്ദം കേട്ട് പ്രവാചകൻ തിരിഞ്ഞു നോക്കി. അവിടെ ഇട്ട് ചവിട്ടല്ല ചെയ്ത്, നേരെ കൈയെടുത്ത് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അതോടെ കഴിഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ സുറാഖന്റെ കാര്യം. അവിടെ ഒരു മുഅ്ജിസത്ത് സംഭവിച്ചു അല്ലെ. ആ മുഅ്ജിസത്തിന് നോർമലി വീണതല്ല എന്ന് സുറാഖക്ക് മനസ്സിലായി, വേറെ ആർക്കും മനസ്സിലായില്ലെങ്കിലും. സുറാഖ തിരിച്ച് അവിടുന്ന് ഷഹാദത്തി കലിമ ചൊല്ലിയിട്ടൊന്നുമല്ല പോണത്. സുറാഖ തിരിച്ച് മക്കത്തേക്ക് പോകുമ്പോ, ഒരു ദിവസം ഞാൻ വിശ്വാസിയാകും അല്ലേ, എനിക്കൊരു നിർഭയത്വത്തിന്റെ കരാറ് തരണം, അങ്ങയെ കൊല്ലാൻ വന്ന ആള് നിലനിൽക്ക് എന്നെ ആളുകൾ ദ്രോഹിക്കാതിരിക്കാൻ വേണ്ടി എനിക്കൊരു കരാറ് തരണം എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പൊ എന്താ, അള്ളാഹുവിന്റെ റസൂല് കൂടെ ആമിർ ബിൻ ഫുഹൈറിനെ കൊണ്ടുപോയിരുന്നു. എന്തിനാ ആമിർ ബിൻ ഫുഹൈറിനെ കൊണ്ടായത്? ആമിർ ബിൻ ഫുഹൈറിയും അയാളുടെ ആടും കുട്ടികളുണ്ടായിരുന്നു കൂടെ. പ്രവാചകൻ നടക്കുന്ന വഴികളിലെ കാൽപ്പാടുകൾ മായ്ക്കാനും വഴി കാണിക്കാനൊക്കെ വേണ്ടി ആമിറിനോട് എഴുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ആട്ടിടയന് അക്ഷരം അറിയാം, ഈ ലോകത്തിന്റെ ഗുരുവിന് അക്ഷരം അറിയില്ല. അദ്ദേഹം ഉണ്ടാക്കിയതല്ല ഈ ഗ്രന്ഥം എന്നുള്ളതിന്റെ തെളിവാ. അദ്ദേഹം ഒരു കരാർ എഴുതി കൊടുത്തു. പ്രവാചകൻ അതിന്റെ താഴെ തന്റേതായ അടയാളങ്ങൾ വെച്ച് തിരിച്ചു കൊടുത്തു. നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല, നിങ്ങൾ പൊയ്ക്കൊള്ളി പറഞ്ഞു. മനസ്സിലായില്ലേ? നിങ്ങൾ ആരും ഒന്നും ചെയ്യില്ല, നിങ്ങൾ പൊയ്ക്കൊള്ളി എന്ന് പറഞ്ഞു. ഈ വിശാലമായ കാഴ്ചപ്പാടെ നമ്മൾ കൊണ്ടുവരണം. ഓരോ സംഘപരിവാര രംഗത്തുള്ളവരോടും നമുക്ക് സംവദിക്കാൻ കഴിയണം, അവരോട് സംസാരിക്കാൻ കഴിയണം. അവരുടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് നമുക്കുണ്ടാകണം. നമ്മൾ കാണുന്ന ഏറ്റവും നല്ല സന്ദേശങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കണം. എടാ രഘു, നീ ഇതൊന്ന് കേൾക്കണം, എന്നിട്ട് ഒരു അഭിപ്രായം പറയണം എന്ന് സ്നേഹപൂർവ്വം പറയാൻ പറ്റണം അല്ലെ. അവരോട് ഏറ്റവും ശക്തമായി പൊളിറ്റിക്കലി വിയോജിക്കുമ്പോൾ തന്നെ, വിഷയങ്ങൾ ഉയർത്തുമ്പോൾ തന്നെ, നമ്മളെ നാട്ടിലുള്ള ഇത്തരം മനുഷ്യരൊക്കെ അവര് പല കാരണങ്ങൾ അവർ എത്തിപ്പെട്ടവരാണ്. അവരെ മോചിപ്പിക്കുക, അവിടെ കൗണ്ടറിൽ ഇരിക്കാൻ, ഏജന്റ് ആയിരിക്കാൻ, ആളില്ലാതാക്കുന്ന പദ്ധതി അത് നമുക്കേ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റൂല. അത് മെരട്ടൽ കൊണ്ടും ബഹളം കൊണ്ടൊന്നും നടക്കൂല. നേരെ തിരിച്ച് അവരുടെ ഉള്ളിലെ തെറ്റിദ്ധാരണകൾ എന്താണോ അത് തീർക്കാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ കഴിയണം. നോക്കൂ നിങ്ങൾ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഒരു റിപ്പോർട്ടിൽ നമുക്കിതിന്റെ ചില അനുബന്ധങ്ങൾ കാണാം. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരു നബിയെ ഞാൻ കണ്ടു. ആ നബി അദ്ദേഹത്തിന്റെ ശത്രുക്കൾ തല്ലിയിട്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുഴുവൻ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവേ, എന്റെ ജനങ്ങൾ അറിവില്ലാത്തവരാണ്, അവർക്ക് പുറത്തു കൊടുക്കണം എന്ന് പറയുന്നവനായിരുന്നു എന്നാണ്. ഇനി ശാരീരികമായ തിരിച്ചടികൾ മാത്രമാണ് പരിഹാരം എന്നുള്ള ചിന്ത വന്ന് നമ്മൾ ഇറങ്ങണം. ശാരീരികമായ തിരിച്ചടി, ഇങ്ങോട്ട് വെട്ടുക, അങ്ങോട്ട് കൊല്ലുക അല്ലെ, ഇതൊക്കെ ഏറ്റവും ശക്തമായ ടൂളുകളായി ഉപയോഗിക്കും. മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ഒരു RSSകാരൻ കൊല ചെയ്യപ്പെട്ടാൽ ചിലപ്പോ ആ RSSകാരൻ 25 മുസ്ലിങ്ങളെ കൊന്നിട്ടുണ്ടാവും. ആ കൊന്നതൊന്നും ഏറ്റവും കൂടുതൽ പാർലമെന്റ് മെമ്പർമാരെ തെരഞ്ഞെടുക്കേണ്ട ഹിന്ദി ബെൽറ്റിൽ അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാൽ ഇവിടെ കൊല ചെയ്യപ്പെട്ട ഒരു വ്യക്തി അവിടെ ക്യാമ്പയിൻ ചെയ്യപ്പെടും. അയാളുടെ അമ്മയുടെ നിലവിളി, അയാളുടെ കുഞ്ഞിന്റെ ഇന്റർവ്യൂ, അങ്ങനെ ഓരോന്നും കൃത്യമായി സന്ദേശമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഉണ്ടാകും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആയിഷ ചോദിക്കുന്നുണ്ട്, നബിയെ, ഉഹദോളം അങ്ങ് വേദനിച്ച ദിവസം ഉണ്ടോ? എന്താ ഉഹദിന്റെ പ്രത്യേകത? എല്ലാവരും ഓടി, പ്രവാചകൻ ഒറ്റക്കായി. പെട്ടെന്നൊരു 10 ആൾ വലയം തീർത്തു അല്ലെ. അതിൽ ഒരു സ്വഹാബിയാണ് ആര്? ത്വൽഹത്ത് ബിൻ നദീർ റളിയല്ലാഹു അൻഹു. പെങ്ങൾ അദ്ദേഹത്തെ എങ്ങനെ തിരിച്ചറിഞ്ഞത്? മൊത്തം അമ്പ് കയറിയിട്ട് പെങ്ങൾ തിരിച്ചറിഞ്ഞത് ഇവിടെ വിരലിന്റെ അടുത്ത് ഒരു അടയാളം ചൂണ്ടിക്കാണിച്ചിട്ടാണ്, ഇത് എന്റെ കാക്ക തന്നെയാണെന്ന് പറഞ്ഞിട്ട്. ഫുൾ അമ്പാണ്, എവിടെയില്ല അമ്പില്ലാത്തത്. ആ ദിനത്തെക്കാളും അങ്ങ് ഭീകരമായി കണ്ട ദിനമുണ്ടോന്ന് വെച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, അഖബ ദിനം ഇതിലേറെ ഭീകരാണ്. അവരെന്നെ തെറിവിളിച്ചു, എന്റെ ചുറ്റും കൂടി എന്നെ ആക്രമിച്ചു. അവസാനം ജിബിരിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ജനങ്ങൾ വിളിച്ച് തെറിയൊക്കെ പടച്ചോൻ കേട്ടിട്ട് എന്നോട് വന്നിട്ട് പർവ്വതത്തിന്റെ മലക്കുകൾ അടുത്തേക്ക് പറഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ പർവ്വതങ്ങളുടെ മലക്ക് വന്നിട്ട് പറഞ്ഞു, ഈ പ്രദേശത്തിന്റെ ഇടത്തും വലത്തുള്ള 2 പർവ്വതങ്ങൾ ഈ ജനതയുടെ തലയിൽ ഇടാൻ അള്ളാഹുവിന്റെ ഉത്തരവുണ്ട്. അങ്ങയുടെ നഅം മതി എനിക്ക്, അങ്ങയുടെ നഅം, അങ്ങയുടെ ഒറ്റ അതേ എന്നുള്ള ഉത്തരം മതി എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത ഉത്തരം, ചോര വാർന്നിരിക്കുന്ന പ്രവാചകൻ കൊടുത്ത ഉത്തരം, ആൾക്കൂട്ടത്തിന്റെ കല്ലേറ് കൊണ്ട പ്രവാചകൻ കേട്ട
പിന്നെ പറഞ്ഞ ഉത്തരം ബൽ അർജു അൻ യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅബ്ദുല്ലാഹ വഹദഹു ലാ യുശ്രികു ബില്ലാഹി ശൈഅ. ഇവരുടെയൊക്കെ വാരിയെല്ലുകൾക്കിടയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിനെ ആരാധിക്കുന്ന ഒരു ജനതയെ ഉണ്ടാക്കട്ടെ. ഈ അക്രമികളുടെ ഒക്കെ വാരിയെല്ലുകൾക്കുള്ളിൽ നിന്ന് തന്നെ അവർക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു എന്നാണ്. അപ്പൊ അതുകൊണ്ട് ആ ഒരു തലം നമ്മൾ കാണണം. മറ്റൊന്ന് പ്രതീക്ഷ ഉണ്ടാകണം എന്നതാണ്. പ്രതീക്ഷ ഒക്കെ കൈവിട്ടു, ഇനിയൊന്നും പറ്റൂല എന്നല്ല. നോക്കൂ, നിങ്ങൾ ഹന്തക്കിൽ കിടങ്ങ് കുഴിക്കാണ്. ഹന്തക്കിൽ കിടങ്ങ് കുഴിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാറ കണ്ടപ്പോ അവർ ക്ഷീണിച്ചു നിന്നപ്പോ മുന്നിക്കിറങ്ങിയിട്ട് പാറ പ്രവാചകനെ പൊട്ടിക്കണേ. ഒരു വട്ടം ഒരു കൊത്തു കൊടുത്തു, അള്ളാഹു അക്ബർ പറഞ്ഞു. രണ്ടാമത്തെ വട്ടം, മൂന്നാമത്തെ വട്ടം അള്ളാഹു അക്ബർ പറഞ്ഞ് പാറ പൊട്ടിക്കാൻ ശ്രമിച്ചപ്പോ സ്വഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ അങ്ങ് 3 തക്ബീർ ചൊല്ലിയത് എന്ന്. അതിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ഉത്തരങ്ങൾ നമുക്ക് കാണാൻ പറ്റും. എന്താണ്? കിസ്റയുടെ സിംഹാസനങ്ങളും ഹീറയിലെ കൊട്ടാരങ്ങളും എനിക്ക് അള്ളാഹു കാണിച്ചു തന്നു. അത് നമ്മൾ കീഴ്പ്പെടുത്തുന്ന ഒരു ദിവസം വരാനുണ്ട്. ആരോടായി പറയുന്നത്? ദുർബലരായ തകർന്നിരിക്കുന്ന ഒരു ജനതക്ക് പ്രവാചകൻ അദ്ദേഹത്തിന്റെ മെസ്സേജ് കൊടുക്കുകയാണ്. ഇനി അതുകൊണ്ട് തീർന്നില്ല. ഖുസൂറുൽ ഹിമർ മിൻ അർളിർ റൂം, റൂമിന്റെ അധികാരങ്ങൾ നമുക്ക് വരുന്നത് ഞാൻ കണ്ടു. അതുപോലെ തന്നെ സനുആയിലെ കൊട്ടാരങ്ങൾ നമ്മൾ കീഴ്പ്പെടുത്തുന്നത് ഞാൻ കണ്ടു. ഫബ്ശിറൂ ബിൻ നസർ, സന്തോഷത്തിന്റെ വാർത്തകൾ വന്നിട്ടുണ്ട് എന്ന് ആശ്വാസവാക്ക് കൊടുക്കുകയാണ്. അപ്പൊ മുനാഫിഖീങ്ങൾ അത് കേട്ടില്ലേ? ഞങ്ങളാള് പറയണേ, നിങ്ങളിവിടെ കടങ്ങൊഴിക്കുമ്പോ മൂപ്പര് വലിയ വിജയത്തെ കുറിച്ച് പറയാം, എന്താ നിങ്ങളെ കഥ എന്ന് ചോദിച്ച് പരിഹസിച്ചപ്പോ അവർ പ്രവാചകന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്, അല്ലെ? ഇനി ഏറ്റവും അവസാനത്തെ കാര്യം, പ്രകോപനങ്ങളിൽ വീണു പോകരുത് എന്നുള്ളതാണ് സുഹൃത്തുക്കളെ. പ്രകോപനങ്ങളിൽ ഒരിക്കലും നമ്മൾ വീണു പോകരുത്. പല പ്രകോപനം വരും. മുസ്ലിങ്ങൾക്ക് മൊത്തം സ്വത്ത് വാരിച്ചു കൊടുക്കുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയും, മുസ്ലിങ്ങൾ കുട്ടികളെ തോനെ ഉണ്ടാക്കുന്നവരാണ്, അവര് നുഴഞ്ഞു കയറ്റക്കാരാണ്, അവര് പാകിസ്ഥാനികളാണ് എന്നൊക്കെ പറയും. അതിന് അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന രീതിയല്ല, അതിന്റെ ശരിയായ വശങ്ങളെ, ചരിത്രത്തെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്ന രീതിയാണ് വേണ്ടത്. നമ്മളൊരു ബോംബായി പൊട്ടാൻ, നമ്മളെ വീട്ടിൽ നിന്ന് ഒരു ബോംബ് പിടിക്കാൻ, നമ്മളെ കയ്യിലൊരു തോക്ക് കിട്ടിയ കഴിഞ്ഞു. നമ്മൾ എങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ കിട്ടിയ അതിന് കൊടുക്കേണ്ട വാർത്തയൊക്കെ നാഗ്പൂരിൽ ഓഫീസിൽ സെറ്റാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ ചരിത്രത്തിൽ നമ്മൾ പാഠം ഉൾക്കൊള്ളണം. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് ഒരാൾ പറയാണ്, ഫഖാല റജുലുൻ ഇന്ന ഹാദിഹിൽ ഖിസ്മത മാ ഉരീദ ബിഹാ വജ്ഹുല്ലാഹ്, അള്ളാഹുവിന്റെ വജഹിനെ ഉദ്ദേശിക്കാതെയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് ഈ ഓഹരി വെച്ചത് എന്ന് പറഞ്ഞപ്പോ പ്രവാചകന്റെ അടുത്ത് ഞാൻ വന്നിട്ട് പറഞ്ഞു, നബിയെ അയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന്. പ്രവാചകന്റെ മുഖത്ത് കോപമുണ്ടായിരുന്നു. പക്ഷേ റഹമുല്ലാഹ് മൂസ, പ്രവാചകൻ പറഞ്ഞു, മൂസാ നബിക്ക് അള്ളാഹ് പുറത്തു കൊടുക്കട്ടെ. എന്താ? അത് ഊദിയ ബിഅക്തരി മിൻ ഹാദാ, ഞാൻ ആക്രമിക്കപ്പെട്ടതിലേറെ അദ്ദേഹം തന്റെ ജനതകളേക്കാൾ ആക്രമിക്കപ്പെട്ടു. ഒറ്റ വാചകത്തും തീർന്നു. നോക്കൂ നിങ്ങൾ, പ്രവാചകനെ കയ്യേറ്റം ചെയ്തു. പ്രവാചകന്റെ കഴുത്തിലുണ്ടായിരുന്ന പരുപരുത്തൊരു മുണ്ടുമ്മെ ഒരു ആറാബി വന്നിങ്ങോട്ട് പിടിച്ചു. പ്രവാചകന്റെ ഫനലർത്തു ഇല സഫ്ഹ ആതിഖിഹി, പ്രവാചകന്റെ കഴുത്തിന്റെ ഇവിടെ ഞാൻ ഇങ്ങനെ ആ കൃത്യമായ അടയാളം ഞാൻ കണ്ടിരുന്നു, മുറിവ് പറ്റിയത് കണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പിടിച്ചിട്ട് ആറാബി പറഞ്ഞു, മുഹമ്മദ് ഉർലി മിൻ മാലില്ലാഹി അല്ലദി ഇൻദക്, അള്ളാഹ് നിങ്ങളുടെ അടുത്ത് തന്ന സ്വത്ത് കുറച്ച് എനിക്കും വേണം, അത് തരാൻ വേണ്ടി പറയൂ എന്ന് പറഞ്ഞപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. ഫളഹിക, പ്രവാചകൻ അപ്പോൾ ചിരിക്കുകയായിരുന്നു എന്നാണ്. പ്രവാചകൻ അപ്പോൾ ചിരിക്കുകയായിരുന്നു എന്നാണ്. അതുകൊണ്ട് വിവേകപൂർവം കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളത്. ഇപ്പോ കഴിഞ്ഞൊരു 6-7 വർഷമായിട്ട് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെതായി എന്തെങ്കിലും ഒന്ന് എടുത്തുദ്ധരിക്കാൻ ഇവിടുത്തെ സംഘപരിവാരത്തിന് ഇല്ല എന്നുള്ളതാണ് 2019 2024 ആയപ്പോ അവരെ വെപ്രാളപ്പെടുത്തുന്നത്. എന്താ ഉള്ളത്? ഒന്നുമില്ല. ഉപയോഗിക്കാൻ ആയുധങ്ങളില്ല. ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് രാമജന്മഭൂമി വന്നപ്പോ എന്തൊക്കെയോ ഉണ്ടാകുമെന്ന് വിചാരിച്ചു, അല്ലെ? 4 ആൾ അവിടെ പോയി ആത്മഹത്യാ സ്കോഡാകുമെന്ന് വിചാരിച്ചു. ആകുമായിരുന്നെങ്കിൽ കഴിഞ്ഞിരുന്നു, പിന്നെ ഇലക്ഷൻ ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് വിവേകപൂർവ്വം കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ്. ഏറ്റവും അവസാനത്തൊന്ന് തെറിവാക്കുകൾ വരും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തെറി വിളിച്ചപ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്താ ചെയ്തതെന്നറിയോ? പടച്ചോനെ, ഈ മനുഷ്യൻ എന്നെ പറ്റി ആക്ഷേപിച്ച ആക്ഷേപം അത് അല്ലാഹുമ്മ ഇന്ന അബ്ദക ഹാദാ സബ്ബനി, ഈ മനുഷ്യൻ എന്നെ ചീത്ത പറഞ്ഞു. വഖാല അന്നി മാ ലം അഅലം, ഞാൻ അറിയാത്തതിനെ കുറിച്ച് പറഞ്ഞു. അല്ലാഹുമ്മ ഇൻ കാന അബ്ദുക സ്വാദിഖൻ ഫീമാ ഖാല അന്നി, ഞാൻ എന്നെ കുറിച്ച് ഇയാൾ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ ഫഗ്ഫിർലി, എനിക്ക് നീ പുറത്തു കൊണ്ട. അല്ലാഹുമ്മ ഇൻ കാന അബ്ദുക ഹാദാ കാദിബൻ, ഇയാൾ കള്ളത്തരമാണ് പറയുന്നതെങ്കിൽ അല്ലാഹുമ്മ ഫഗ്ഫിർ ലഹു, അവരെ നീ പുറത്തു കൊടുക്ക് എന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യൻ ഫൻകബ്ബർ റജുലു അലാ റഅസി അബൂ ഹുറൈറയുടെ തലക്കട് ചുറ്റിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തു ആ മനുഷ്യൻ എന്നാണ്. മനസ്സിലായില്ലേ? അപ്പൊ ചരിത്രത്തിലെ ഈ പാഠങ്ങളൊക്കെ നമുക്ക് വലിയ ഗുണപാഠങ്ങളാകണം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്
വഅലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സർട്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, രാജ്യം അഭിമുഖീകരിക്കുന്ന ഈ ഒരു വലിയ പിന്നെ സംരംഭത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ സമ്മതിദാനാവകാശം നൽകി എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. പ്രത്യേകിച്ച് ഫാഷിസം പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ഇടങ്ങളിലൊക്കെയുള്ള ബന്ധങ്ങളിലും കുടുംബത്തിലൊക്കെ ഉള്ള ആളുകളോട് ജുമാ കഴിഞ്ഞ ഉടനെ നമ്മൾ എല്ലാവരും ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരോടും വോട്ടിന് പോയില്ലേ എന്ന് അന്വേഷിക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ടാകണം. അതിലെല്ലാം ഉപരി ഇതൊക്കെ തിരുത്തപ്പെടുമെന്നും ഈ ഒരു തവണയോടുകൂടെ തന്നെ തിരിച്ചു വരാൻ കഴിയുമെന്നും ഏറ്റവും വിവേകമുള്ള ഭരണം സംഭവിക്കുമെന്നും ഒക്കെയുള്ള പ്രതീക്ഷയോടുകൂടെ തന്നെ, ഒരു നിമിഷം പോലും പ്രതീക്ഷ നഷ്ടപ്പെടാതെ പ്രതീക്ഷയോടുകൂടെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളൊക്കെ പ്രാർത്ഥിച്ചു പ്രതീക്ഷിച്ചു ഒക്കെ ചെയ്തു, എന്നിട്ടും കൈവിട്ടു പോയാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ട സമീപനത്തെക്കുറിച്ചാണ് തീർച്ചയായും ഇന്ന് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അവന്റെ യഥാർത്ഥ മുഅ്മിനുകളിൽ, മുഖ്ലിസുകളിൽ, മുത്തഖീങ്ങളിൽ അവൻ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ ജീവിതമാക്കാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. രാജ്യത്തെ എന്നും സമാധാന അന്തരീക്ഷം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. നാം പോരാടി നേടിയ മണ്ണിൽ അഭിമാനത്തോടുകൂടെ ജീവിച്ച് അഭിമാനപൂർവ്വം വിശ്വാസപൂർവ്വം അലിഞ്ഞു ചേരാനുള്ള തൗഫീഖിനെ അള്ളാഹു നൽകുമാറാകട്ടെ. ശത്രുവിന്റെ പദ്ധതികളെ അള്ളാഹു തകർക്കുമാറാകട്ടെ. അവർക്ക് അള്ളാഹു അങ്കലാപ്പിനെ കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും വിവേകപൂർവ്വം ഇടപെടുന്നവരാക്കി മാറ്റുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه ربنا وقنا عذاب النار. امين امين برحمتك يا ارحم الراحمين. والحمد لله رب العالمين.